കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ മഹത്വം ഞങ്ങളുടെ മേൽ മൂടണമേ. കർത്താവേ, ഞങ്ങളുടെ മേലൊരു ആരാധനയുടെ നിയോഗം ഞങ്ങളുടെ മേലിട്ട് തരണമേ. കർത്താവേ, അഡോറേഷൻ്റെ പുതിയ നിയോഗം, പുതിയ ദൂതുകൾ ഞങ്ങളോട് തുറക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. എല്ലാ തരങ്ങളെ തുറന്നും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചട്ടെ. നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഈ ദൂതുകൾ നിങ്ങളെ മറ്റൊരു നിയോഗത്തിലേക്ക്, ആരാധനയുടെ നിയോഗങ്ങളിലേക്ക് കൊണ്ടുപോകട്ടെ. ഒരു വലിയ ദൈവശക്തിയാൽ നിങ്ങൾ നിറയട്ടെ. ആ ചിറകടിക്കുന്നത് പോലെയുള്ള ദൈവിക ദൂതന്മാരുടെ ശബ്ദം ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കട്ടെ. ആരാധന, ആരാധന പറഞ്ഞാട്ടെ. ആരാധന, ആരാധന പാ, ആരാധന, ആരാധന, ആരാധന. ഓ ഷാഥേ ലേബ മേയാറക ബലറബ ഷെൻഡറബ. ഓ ഓ ഷാറ്ററബ ബബ. We worship you, Lord. Semasiyate. Oh, Shakara Baba. കർത്താവേ, ഓരോരുത്തരുടെ മേൽ ആരാധനയുടെ ആ ശബ്ദം മുഴങ്ങട്ടെ, മുഴങ്ങട്ടപ്പ. ഓ സതറ ബാബ. എല്ലാ മുട്ടും അങ്ങയുടെ മുമ്പിൽ മടങ്ങുമല്ലോ. എല്ലാ നാവും പാടുന്ന ഒരേ ഒരു പേര് യേശു എന്നുള്ള പേരാണല്ലോ. സെക്രട്ടേറിയ അഡോറേഷൻ എന്ന് പറയുമ്പോൾ നമസ്കരിക്കുക എന്നതാണ്. അവൻ്റെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കുക എന്നതാണ്. അവനെ ആരാധിക്കുക എന്നതാണ്. ചുറ്റുമെങ്ങും ശ്രദ്ധിക്കാതെ അവനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് അഡോറേഷൻ. അവൻ്റെ കൈ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതാണ് അഡോറേഷൻ. ഓ, അവൻ്റെ പേര് പറയുമ്പോൾ എല്ലാം നിശ്ചലമാകും. അവൻ്റെ പേര് പറയുമ്പോൾ എല്ലാം ആ പേരിലേക്ക് ശ്രദ്ധിക്കും. ഓ സെഥേരിയ, വി adore your name, we lift your name. ഞങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ഓ, എല്ലാം മുട്ടും മടങ്ങും, എല്ലാം മുട്ടും മടങ്ങും, എല്ലാം നാവും പാടിടും യേശു മാത്രം. ഓ, എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. ഒന്ന് പാടാമോ? എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും. അഡോറേഷൻ്റെ ഏറ്റവും ഉയർന്ന വെളിപ്പാടെന്ന് പറയുന്നതാണ് മുട്ടുമടക്കുന്ന, എല്ലാ മുട്ടും മടങ്ങുന്ന ഒരേ ഒരുവൻ്റെ മുമ്പിൽ നമ്മളും അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക. അത് ഭയന്നിട്ടല്ല, പേടിച്ചിട്ടല്ല, ധൈര്യക്കുറവുള്ള കാരണത്താലല്ല. ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ യോഹന്നാൻ ആമേൻ കമിഴ്ന്നു വീണതുപോലെ ഇന്ന് ഓരോ മക്കളും, ഓരോ പ്രിയരും ആ സാന്നിധ്യത്തിന് മുമ്പിൽ ഒന്ന് വീണാട്ടെ, ഒന്ന് പറഞ്ഞാട്ടെ. എല്ലാ മുട്ടുമടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. ഒന്ന് പറയാമോ?
എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. ഒരു പ്രാവശ്യം കൂടെ. എല്ലാം മുട്ടും മടങ്ങും, എല്ലാം നാവും പാടിടും ഓ ഓ യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. ഓ എല്ലാം മുട്ടുമടങ്ങും, എല്ലാം നാവ് പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാം മുട്ടും മടങ്ങുന്ന ഒരേ ഒരു നാമം, അവൻ്റെ പേര് യേശു. യേശു എന്ന് വിളിച്ചാട്ടെ, യേശു, യേശു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു നിറഞ്ഞു വരട്ടെ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഇവരെ ഓരോരുത്തരും ഫില്ലാകട്ടെ. ഓ ഓ ഓ പുതിയ ആരാധനയുടെ ലൈനുകൾ, ആരാധനയുടെ പുതിയ പ്രതലങ്ങൾ, ആരാധനയുടെ പുതിയ നിയോഗങ്ങൾ ഓരോരുത്തർക്കും ഇപ്പോൾ തുറന്നു വരട്ടെ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ആ സാന്നിധ്യം അനുഭവിക്കുന്നവരെല്ലാവരും ഒന്ന് പറഞ്ഞു തുടങ്ങിയട്ടെ. കർത്താവേ, നീ യോഗ്യൻ. അഠോറേഷ്, അഠോറേഷ്, അഠോറേഷ്. ഞങ്ങൾ അങ്ങേ നമസ്കരിക്കുന്നു, അങ്ങേ ഉയർത്തുന്നു, അങ്ങയുടെ നാമം ഉയർത്തുന്നു. അഡോറേഷൻ്റെ ഒരു ദൂത് ഞാൻ ഈ സമയം നിങ്ങളുമായി പങ്കുവെക്കാം. അത് നിങ്ങൾക്കൊരു ആരാധനയിൽ ഒത്തിരി കൂടെ സൂക്ഷ്മതയോടെ നിങ്ങളുടെ മനസ്സുകളെ ഏകാഗ്രതമാക്കാൻ ആ ദൂതുകൾ നിങ്ങൾക്ക് സഹായമാകും. അഡോറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു നമസ്കരിക്കുക എന്നാണ്, കുമ്പിടുക എന്നൊക്കെ പറഞ്ഞു. അവനെ മാത്രം നോക്കി അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുക, അവനിൽ ലയിക്കുക, ഇതെല്ലാം അഡോറേഷനിൽ വരും. എങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് അഡോറേഷൻ എന്ന് പറയുമ്പോൾ ബൈബിളിനകത്ത് എവിടെയൊക്കെ അവനെ നമസ്കരിക്കുക എന്ന് പറയുന്നതെല്ലാം അഡോറേഷനാണ്. നമസ്കരിക്കുക, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന് പറയുന്നതെല്ലാം അഡോറേഷനാണ്. നമ്മളൊത്തിരി പാട്ടുകൾ പാടുന്നവരാണ്, നമ്മളൊത്തിരി ഗാനങ്ങൾ എഴുതുന്നവരായിരിക്കാം. പക്ഷേ എല്ലാം ചില പാട്ടുകൾ ഒരു 70% അല്ലെങ്കിൽ 80% സ്വർഗത്തെ ചലിപ്പിക്കും. ചില പാട്ടുകൾ ഒരു 60% സ്വർഗത്തെ ചലിപ്പിക്കും. ചില പാട്ടുകൾ ഒരു 90% സ്വർഗത്തെ ചലിപ്പിച്ചോളയും. പക്ഷെ 100% സ്വർഗത്തെ ഇളക്കി മറിക്കുന്ന പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ അഡോറേഷനാണ്. അതിൽ അർത്ഥം ഞാൻ പറയാം. ഒത്തിരി പാട്ടുകളുണ്ടെങ്കിലും ആ അർത്ഥങ്ങൾ വരുന്ന പാട്ടുകൾ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ പാടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒത്തിരി ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ഒത്തിരി ദൈവസാന്നിധ്യം. അതിനകത്ത് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന പാട്ടുകൾ അഡോറേഷനാണ്. കർത്താവേ നീ യോഗ്യനാണെന്ന് പറയുന്നത് അഡോറേഷനാണ്. മഹത്വത്തെ കണ്ട്, മഹിമയെ കണ്ട് പാടുന്ന വരികൾ അത് അഡോറേഷനാണ്. ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ മുമ്പേ പാടിയ പാട്ട്, എല്ലാം മുട്ടും മടങ്ങും, എല്ലാം നാവും പാടുമെന്ന് പറഞ്ഞ ആ പാട്ട് ഭയങ്കര അഡോറേഷനാണ്. ഒന്നുകൂടെ പാടാൻ പറ്റുമോ? എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശുമാ കർത്താവ്. ഈ പാട്ട് പാടുമ്പോൾ പ്രത്യേക അന്തരീക്ഷം ക്രിയേറ്റഡ് ആകും. പിന്നീട് ഈ ആരാധനയുടെ കോറസുകൾ, ആരാധന 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 ആരാധന, ഇത് സ്വർഗത്തെ ചലിപ്പിക്കും. യുവർ ഹോളി 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 എന്ന് പറയുമ്പോൾ സ്വർഗം ചലിക്കും. കർത്താവിൻ്റെ വിശുദ്ധിയെ തൊടുന്ന പാട്ടുകൾ, വരികൾ സ്വർഗത്തെ ചലിപ്പിക്കും. അത് അഡോറേഷനാണ്. ഒത്തിരി പാട്ടുകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. നിങ്ങൾക്കും ഇപ്പോൾ പറയുമ്പോൾ ഈ മീനിങ് ഉള്ള പാട്ടുകൾ, ഈ അർത്ഥം വരുന്ന പാട്ടുകൾ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ ഫോക്കസ് ചെയ്യുക.
ഭയങ്കര സാന്നിധ്യവും അഭിഷേകവും ദൈവിക ശബ്ദങ്ങളും പത്മോസിൽ യോഹന്നാൻ അനുഭവിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റും. ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവേ നീ വിശുദ്ധൻ. ഒന്ന് പറഞ്ഞാട്ടെ. ഓ റാഖ പാ 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 ഷറ്റല റബാബ പറഞ്ഞ നീ വിശുദ്ധൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, ഓ നീ നല്ലവൻ, ഓ നീ നല്ലവൻ. അതൊരു അഡോറേഷനാണ്. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ. ഒന്ന് പറഞ്ഞ് യേശു നല്ലവൻ. ആ വരികൾ മാത്രം പാടി. യോഗ്യനേശുവേ, ഓ യോഗ്യനേശുവേ, ലാ ബാ 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 റാകാറ്റ റാബാ റേയാ റോ ഷാൽദേ റേയാ ടെരിയാർദോ നീ നല്ലവൻ. റേഹാസേ ടെരേ ബാബാ ബാബാല നീ നല്ലവൻ. ഓ ഷട്ടറബ ബാബാ ബാബാ ബാ റോഖോ റോ ഷട്ടറബ വേ ആരേ ആരേ അബേരേ ബേരേ ബോ ഷട്ടറബ ബാബാ ബാബാ ബാബാ. ആത്മാവിലൊന്ന് കണക്റ്റഡായ ഈ വാക്കുകൾ ഈ പറയുമ്പോൾ തന്നെ ഒഴുകുന്ന അഭിഷേകമായി ഒന്ന് കണക്റ്റഡായ സിങ്കായ യേശുവേ നീ യോഗ്യൻ, നീ യോഗ്യൻ, യോഗ്യൻ നീ യേശുവേ. സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ. റിയൽ അഡോറേഷൻ. യോഗ്യൻ നീ ദൈവക്കുഞ്ഞാടേ, ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ. ആ വരികൾ പറയുമ്പോൾ തന്നെ ഒരു വലിയ സാന്നിധ്യം നമ്മുടെ മേൽ മൂടും. വാ 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 റഖ ബാ 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 ലബ ഷട്ടറബ ലകറ്ററബ ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ. ഒന്ന് പാടി എൻ്റെ കൂടെ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ. പറഞ്ഞ യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ. ആ വരികൾ ഒന്നുകൂടെ പാടാൻ എന്നെ കർത്താവ് നിർബന്ധിക്കും. യോഗ്യൻ നീ യേശുവേ, ഹല്ലേലൂയ. സ്തുതികൾക്കു യോഗ്യൻ നീ, ഹോ യോഗ്യൻ നീ അപ്പാ. എൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നപ്പാ. ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ. ഒന്ന് പറഞ്ഞാൽ കർത്താവേ നീ യോഗ്യൻ, കർത്താവേ നീ പരിശുദ്ധൻ. ഞങ്ങൾ അങ്ങയുടെ നാമം ഉയർത്തുന്നു, അങ്ങയുടെ നാമം ഉയർത്തുന്നു, അങ്ങയുടെ നാമം ഉയർത്തുന്നു, അങ്ങയുടെ നാമം ഉയർത്തുന്നു. ഓ അഡോറേഷൻ എന്ന് പറയുന്നത്, ഒന്നുകൂടെ ഞാൻ അതിലേക്കൊന്ന് കയറി പോകാം. കർത്താവിനെ നമസ്കരിക്കുക, കർത്താവിനെ മുമ്പിൽ മുട്ടുകുത്തുക, അവൻ്റെ മുമ്പിൽ വണങ്ങുക, അവൻ്റെ മുമ്പിൽ വീഴുക, അവനെ മാത്രം ഫോക്കസ് ചെയ്യുക. ഈ മുട്ടുകുത്തുക, നമസ്കരിക്കുക എന്ന് പറയുന്ന വാക്കുകൾ ബൈബിളിനകത്ത് ഒത്തിരി അടുത്തുണ്ട്. ഏറ്റവും കൂടുതലായത് കാണാൻ പറ്റുന്നത്, നമസ്കരിക്കുക എന്ന് കാണാൻ പറ്റുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ഒത്തിരി അടുത്ത് കാണാൻ പറ്റും. പിന്നീട് ഒത്തിരി കാണുന്നത് സങ്കീർത്തനങ്ങളിലാണ്. സങ്കീർത്തനങ്ങളിൽ ഒത്തിരി കാണാൻ പറ്റും. ഞാൻ ഒത്തിരി വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം, നിങ്ങളത് നോട്ട് ചെയ്യുക. സങ്കീർത്തനം 95 അത് കാണാൻ പറ്റും. വളരെ പവർഫുള്ളാണ്. 95:6 വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക. അഡോറേഷനാണത്.
നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരാധനയുടെ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മൾ നിന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഒന്ന് വണങ്ങി നമസ്കരിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യഹോവയുടെ മുമ്പിൽ, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ ഏറ്റവും അഡോറേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദം സൃഷ്ടാവിൻ്റെ മുമ്പിൽ സൃഷ്ടിയുടെ ആ ആരാധനയാണ് അഡോറേഷൻ. സങ്കീർത്തനം 99:5 നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവൻ്റെ പാദപീഠത്തിൽ നമസ്കരിപ്പിൻ, അവൻ പരിശുദ്ധനാകുന്നു. വളരെ പവർഫുള്ളായൊരു വാക്യമാണ്. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവൻ്റെ പാദപീഠത്തിൽ നമസ്കരിപ്പിൻ, അവൻ പരിശുദ്ധനാകുന്നു. ഒന്ന് പറഞ്ഞാട്ടെ, അവൻ പരിശുദ്ധൻ. പറഞ്ഞാട്ടെ, അവൻ പരിശുദ്ധൻ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, അവൻ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തന്നാമത്തിന വിശുദ്ധിയിൽ ഭയങ്കരനേ. വണങ്ങുന്നു ഞങ്ങൾ. ഓ പരിശുദ്ധൻ പരിശുദ്ധനേ. നിങ്ങളിങ്ങനെയുള്ള പാട്ടുകൾ എഴുതണം. ഈ അർത്ഥം വരുന്ന ആരാധനയുടെ രീതികൾ, റലങ്ങൾ നിങ്ങൾക്ക് തുറക്കണം. കരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞാട്ടെ, പരിശുദ്ധൻ പരിശുദ്ധനേ, വണങ്ങുന്നു. ഓ വിശുദ്ധിയിൽ ഭയങ്കരനേ. വണങ്ങുന്നപ്പാ, വീഴുന്നപ്പാ, നമസ്കരിക്കുന്നപ്പാ. ഓ 10,000 സുന്ദരനെ, ഷാരോനിൽ പനിനീർ പുഷ്പമേ, അങ്ങയുടെ സൗരഭ്യവാസന ഞങ്ങളുടെ മേൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രാഗ്രൻസ്, ആ സുഗന്ധം, ആരാധനയുടെ ആ മണവാളന്റെ സുഗന്ധം ഞങ്ങളുടെ ഓരോരുത്തരുടെ റൂമിലകത്ത് ഇറങ്ങി വരട്ടെ. ആ ഫ്രാഗ്രൻസ് അത് പരക്കട്ടെ. ആരാധനയുടെ ആ സൗന്ദര്യം, ആ മണം, ആ വാസന ഞങ്ങളുടെ മേൽ വീഴട്ടെ. അങ്ങ് പരിശുദ്ധനാകുന്നു. ഓ സങ്കീർത്തനം 150 1 തൊട്ടുള്ള 6 വരെ സ്തുതിക്കുക എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. സങ്കീർത്തനം 1 തൊട്ട് 50 1 തൊട്ട് 150, സങ്കീർത്തനം 150 1 തൊട്ട് 6 വരെ വളരെ പവർഫുള്ളാണ്. അതിനകത്ത് അവസാനം ഒരു പദം പറയുന്നുണ്ട്, എല്ലാം സ്തുതിക്കുന്നൊക്കെ പറഞ്ഞിട്ട്, യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവനെ സ്തുതിപ്പീൻ. നിങ്ങൾ ഇത് പറയുമ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു ആമേൻ പറയണേ. യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. ഓ ആമേൻ. അവൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. അവൻ്റെ മഹിമാതിക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. കാഹളനാദത്തോടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു കാഹളമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ കാഹളമൊക്കെ ഊതി പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെയുള്ള ആരാധിക്കുന്ന ആരാധകരെ കണ്ടിട്ടുണ്ട്. ആരാധനയുടെ ഈ യഹൂദന്മാരുടെ ഇടയിൽ ഈ ട്രംപറ്റ് അവർ ചില വിശേഷ ദിവസങ്ങളിലും അവരുടെ പ്രത്യേക പ്രാർത്ഥനാ സമയങ്ങളിലൊക്കെ അവർ കാഹളം മുഴക്കുമെന്നാണ് പറയുന്നത്. ഈ കാഹളം അവർ മുഴക്കുമ്പോൾ ആ ദേശം മുഴുവനും ആ ശബ്ദം ഇങ്ങനെ മുഴങ്ങും. അവരെല്ലാവരും ആ സമയത്തിന് പ്രാർത്ഥനയിലേക്കും ആരാധനയിലേക്കൊക്കെ കയറിപ്പോകുന്നത്. കാഹളത്തിന് ഭയങ്കര പ്രയോറിറ്റിയാണ്. ഈ അഡോറേഷൻ്റെ ഏറ്റവും ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ് കാഹളം. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പി. വീണ തപ്പിനോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പി. വീണയോട് കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പി. തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പി. ആരാധിക്കുമ്പോൾ മതി മറന്ന് നൃത്തത്തോടെ കർത്താവിനെ ആരാധിക്കണം.
തന്ത്രിനാദത്തോടും കുഴലിനോടുകൂടെ അവനെ സ്തുതിപ്പീൻ. ഉച്ചനാദമുള്ള കൈത്താളത്തോടെ അവനെ സ്തുതിപ്പീൻ. അത്യുച്ചനാദമുള്ള കൈത്താളത്തോടെ അവനെ സ്തുതിപ്പീൻ. അതിൻ്റെ 6ാമത്തെ വാക്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി നിങ്ങൾ പങ്കുവെക്കാനുള്ളത്. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കണം. ആരാണ് ആരാധിക്കേണ്ടത്? മനുഷ്യൻ മാത്രമാണോ ആരാധിക്കേണ്ടത്? അല്ല. പാട്ട് മുമ്പേ പാടിയില്ലേ, എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും. ആമേൻ. സങ്കീർത്തനം 150 പറയുന്നത് ജീവൻ ഉള്ളത് ഒക്കെയും. ആ വാക്കൊന്ന് നിങ്ങൾക്ക് എൻ്റെ കൂടെ പറയാമെങ്കിൽ പറഞ്ഞേ. ജീവൻ ഉള്ളത് ഒക്കെയും. ജീവൻ ഉള്ളതൊക്കെയും. പ്രഭാന ഓ ജീവൻ ഉള്ളതൊക്കെയും. വളരെ പവർഫുള്ളൊരു വാക്യം. ജീവനുള്ളതൊക്കെയും. അങ്ങനെയാണെങ്കിൽ ജീവനുള്ള എന്തൊക്കെയുണ്ട് അതെല്ലാം കർത്താവിനെ ആരാധിക്കണം. മനുഷ്യൻ മാത്രമല്ല, പക്ഷികൾ കർത്താവിനെ ആരാധിക്കണം. മൃഗങ്ങൾ കർത്താവിനെ ആരാധിക്കണം. എല്ലാം ഒട്ടും മടങ്ങിയേ പറ്റത്തുള്ളൂ. എല്ലാ ജീവജാലങ്ങൾ കർത്താവിനെ ആരാധിക്കണം. പ്രകൃതി കർത്താവിനെ ആരാധിക്കണം. എല്ലാ കർത്താവ് സൃഷ്ടിച്ച എല്ലാം അവൻ്റെ മുമ്പിൽ ആരാധിച്ചേ പറ്റത്തുള്ളൂ. ജീവനുള്ളതൊക്കെയും. ജീവനുള്ളതൊക്കെയും. ആ വാക്കൊന്ന് പറഞ്ഞു. ജീവനുള്ളതൊക്കെയും. ആ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ജീവനുള്ളത്. നിങ്ങളുടെ അകത്തൊരു ജീവനുണ്ടെങ്കിൽ യേശുവേ, ജീവനുള്ളതൊക്കെ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ജീവനുള്ളതൊക്കെ. ജീവനുള്ളതൊക്കെ. ആ ശബ്ദം ഉയർത്തി അന്യഭാഷകളിൽ നിങ്ങളുടെ അകത്തൊരു ജീവൻ ചലിക്കുന്നെങ്കിൽ ആ ജീവനോടെ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ജീവനുള്ളതൊക്കെ. അഭിഷേകം ഈ ജനത്തിന്റെ മേൽ വീഴട്ടെ. ജീവനുള്ളതൊക്കെ. അഡോറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പാട്. ജീവനുണ്ടെങ്കിൽ നീ ആരാധിച്ചിരിക്കണം. നിന്റെ അകത്ത് ഹൃദയം ഇടിക്കുന്നെങ്കിൽ നീ ആരാധിച്ചിരിക്കണം. നിന്റെ അകത്ത് ആരോഗ്യമുണ്ടെങ്കിൽ നീ ആരാധിച്ചിരിക്കണം. നിനക്ക് കർത്താവുമായിട്ടുള്ള പ്രതികരണം ജീവനുള്ളോടത്തോളം കാലം നീ കർത്താവിനെ ആരാധിക്കണം. ജീവനോടെ, ശബ്ദത്തോടെ, നൃത്തത്തോടെ, തപ്പിനോടെ, കാഹളനാദത്തോടെ, ജീവനോടെ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ എത്രത്തോളം ശബ്ദം ഉയർത്തി കർത്താവിന് ആരാധന കൊടുക്കാമോ അത്രത്തോളം ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ഈ അഡോറേഷൻ്റെ ഏറ്റവും കോറസുകളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ഇതിനൊക്കെ തുറന്നോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഒന്ന് നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വരികൾ മാത്രം പാടിയേ. കർത്താവേ, ഞങ്ങളുടെ മേലെ നിറയട്ടെ. ഹല്ലേലൂയ. നിറയട്ടെ ഇപ്പോൾ. അഭിഷേകം നിറയട്ടെ. ആരാധനയുടെ അഭിഷേകം നിറയട്ടെ. ദൈവശക്തി നിറയട്ടെ. എന്റെ കേൾവിക്കാരുടെ മേൽ ആ ദൈവശക്തി പകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ. ഹോ ശൂരാ ബാബാ പാപ്പാ പാപ്പാ റീഖേ ബുറു ഷട്ടറാ ബാബാ പാപ്പാ ഷട്ടറാ ബാബാ പാപ്പാ റോഖോ ഷേഖേ ബാലാ ബാബാ പാപ്പാ റോ ഷട്ട. ജീവനുള്ളതൊക്കെ. അപ്പോൾ ആരൊക്കെ ആരാധിക്കണ്ടേ? ജീവനുള്ളത് ആർക്കൊക്കെയാണ്? വെളിപ്പാട് പുസ്തകം 5:13 സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും
അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അഡോറേഷൻ എന്ന് പറയുന്നത്, അഡോറേഷൻ്റെ വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ഇതിനകത്ത് വായിക്കുന്നതെല്ലാം അർത്ഥമുള്ള ആരാധനയുടെ മറ്റൊരു തലം തുറക്കുന്നതാണ്. ആരൊക്കെയാണ് ജീവനുള്ളത്? ആരൊക്കെയാണ് ജീവനുള്ളത്? ഏതൊക്കെയാണ്? സ്വർഗത്തിലുള്ളത് ആരാധിക്കണം. പറഞ്ഞാട്ടെ, സ്വർഗത്തിലുള്ളത്. 2, ഭൂമിയിലുള്ളത്. ഭൂമിക്ക് കീഴിലുള്ളത്, സമുദ്രത്തിലുള്ളത്, സമുദ്രത്തിനകത്തുള്ളത്. അവയിലുള്ളതൊക്കെ ഭൂമിക്കകത്തുള്ളത് ആരാധിക്കണം, ഭൂമിക്ക് മുകളിലുള്ളത് ആരാധിക്കണം, സ്വർഗത്തിലുള്ളത് ആരാധിക്കണം, സ്വർഗത്തിനകത്തുള്ളത് ആരാധിക്കണം, സമുദ്രത്തിലുള്ളത് ആരാധിക്കണം, സമുദ്രത്തിനകത്തുള്ളത് ആരാധിക്കണം. ജീവനുള്ളതൊക്കെ സിംഹാസനത്തിലിരിക്കുന്നവന്, ആ കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇത് പറഞ്ഞപ്പോൾ 4 ജീവികൾ ആമേൻ എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ ആമേൻ പറയണം കേട്ടോ. കർത്താവിൻ്റെ മഹത്വത്തെ തൊടുമ്പോൾ നമ്മൾ ആമേൻ എന്ന് പറയണം. കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ അവൻ ആമേൻ എന്ന് പറയണം. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. വെളിപ്പാട് പുസ്തകം 5:13-14 ഞാനിപ്പോൾ വായിച്ചത്. സർവസ്തുതിയും സ്തോത്രവും ബലവും. ഈ വെളിപ്പാട് പുസ്തകം 13-14 അതേ കണക്ക് പകർത്തേക്ക പാട്ടുകാരൻ. സർവസ്തുതിയോ സ്തോത്രവും ബലവും അങ്ങയ്ക്ക്. ഒന്ന് പറയാമോ എൻ്റെ കൂടെ? സർവസ്തുതിയോ ബലവും. ഇങ്ങനെയുള്ള പാട്ടുകൾ പൊങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇങ്ങനെയുള്ള വരികൾ പൊങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സർവസ്തുതിയോ. ആ സാന്നിധ്യം എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? സ്തോത്രവും ബലവും അങ്ങയ്ക്ക്. ഒന്ന് പാടിയേ. ഞാൻ ആ സാന്നിധ്യം അനുഭവിക്കുന്നു. എൻ്റെ കൂടെ ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒന്ന് കണ്ണുകളടച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. സർവസ്തുതിയോ സ്തോത്രവും ബലവും അങ്ങയ്ക്ക് യേശുവേ. സർവസ്തുതിയും യേശുവേ, സ്തോത്രവും ബലവും. ഇത് കേൾക്കുന്നവരുടെ മേൽ ആ അഭിഷേകം വ്യാപരിക്കട്ടെ. ആ ദൈവശക്തി ഫ്ലോ ചെയ്യട്ടെ. ദൂതന്മാർ, മൂപ്പന്മാർ ആരാധിക്കുന്ന ആരാധന, അതിനകത്തൊരു വലിയ പങ്ക് ഈ കൂട്ടം അനുഭവിക്കട്ടെ. ഇതിനകത്തേക്ക് അങ്ങനെയുള്ളവർ കേറി വരട്ടെ. സർവസ്തുതിയോ അപ്പാ, സ്തോത്രവും ബലവും അങ്ങയ്ക്ക്. ശാഖാറ്റാല. ഞാൻ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത്. ഇവരുടെ മേലത് പകരട്ടെ. എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും, എല്ലാ ശക്തിയും അങ്ങേക്ക്. ഗ്ലോറി ആൻഡ് ഓണർ
power എല്ലാം അങ്ങയ്ക്ക്. ഓ സർവസ്തുതിയും സ്തോത്രവും ബലവും അങ്ങയ്ക്ക്. ഓ സർവസ്തുതിയും ഹല്ലേലൂയ സ്തോത്രവും ബലവും അങ്ങയ്ക്ക്. കർത്താവെ, അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയ്ക്കാണ് ശക്തി, അങ്ങയ്ക്കാണ് മഹത്വം, അങ്ങയ്ക്കാണ് ആരാധന. എല്ലാവരും എൻ്റെ എല്ലാ കേൾവിക്കാരും ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ ജീവനുള്ളതൊക്കെ സ്തുതിക്കണം. സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, ഭൂമിക്കകത്തുള്ളത്, സമുദ്രത്തിനകത്തുള്ളത്, ഓ സകലതും കർത്താവിനെ ആരാധിക്കണം. ബഹുമാനം എന്ന് പറഞ്ഞിട്ട് സ്തോത്രം, ബഹുമാനം, മഹത്വം, ബലം എന്നേക്കും ഉണ്ടാകട്ടെ. ആമേൻ. ഇതിനാമേൻ പറയണം. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഇതാണ് അഡോറേഷൻ. എത്ര പേര് കൊതിക്കുന്നുണ്ട് ഇങ്ങനൊരു അഭിഷേകം? നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഒരു പാരമ്പര്യ ആരാധനയല്ലപ്പ ഞങ്ങൾക്ക് വേണ്ടത്. ഒരു പാരമ്പര്യ ആരാധനയല്ലപ്പ ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ കണ്ടുവന്നൊരു സിസ്റ്റം അല്ലപ്പ വേണ്ടത്. ഈ ബൈബിൾ സത്യമാണെങ്കിൽ ഇതേ കണക്കിന് ഈ പറഞ്ഞതുപോലെ കർത്താവിനെ ആരാധിക്കാൻ ഞങ്ങളുടെ മേൽ അഭിഷേകം വീഴണമേ. ഇപ്പോൾ നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് കരം ഉയർത്തി പ്രാർത്ഥിച്ച് റൂഖു ഷാക്ക ബാബ ഓ സദര ബാബ ബാബ റേ ബാബ പാപ 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 റാകടടടടടടട ലറബ ഷടടടടട ലറബ പാപ 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 റോബോബോബോ ഷകടറകട ലബ റബ പാപ. ഇപ്പോൾ ഇവരുടെ മേൽ വീഴട്ടെ. ഇപ്പോൾ ഇവരുടെ മേൽ അങ്ങനെ അഭിഷേകം വീഴട്ടെ. ഒരു പുതിയ ആരാധനയുടെ അന്തരീക്ഷം, പുതിയ ആരാധനയുടെ നിയോഗം യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മേൽ വീഴട്ടെ. സർവസ്തുതിയോ സ്തോത്രവോ ബലവോ അങ്ങയ്ക്ക് യേശുവേ. സർവസ്തുതിയോ. ആ കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ച് വീഴുന്നു. അതപ്പം ആ കരങ്ങളിൽ അത് വീഴുന്നു, ആ ശരീരങ്ങളിൽ അത് വീഴുന്നു, ആ മനസ്സുകളിൽ അത് നിറയുന്നു. യേശുവേ ഒന്ന് വിളിച്ചേ. യേശുവേ, യേശുവേ, യേശുവേ. മാധുര്യമോ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. നിങ്ങളുടെ ഹൃദയം തണുക്കട്ടെ. ഓ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ. എന്തോ അഡോറേഷൻ. അത് അഡോറേഷൻ്റെ വരികളാണ് ഞാൻ ഇപ്പോൾ പാടുന്നത്. തേജസ്സേഴും നിൻമൊഴികൾ ഹൃദയത്തിലാനന്ദമേ. നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ ആ കരം ഒന്ന് ആരാധനയുടെ അഭിഷേകത്തെ ഒന്ന് സ്വീകരിച്ചട്ടെ. കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചട്ടെ. ആരാധ്യൻ, ഓ അവൻ്റെ പേര് യേശുപരാ
വണങ്ങുന്നു ഞാൻ പ്രിയനെ. തേജസ്സേഴും നിൻമൊഴികൾ ഹൃദയത്തിലാ. ഒരു നിമിഷം ആ കണ്ണുകൾ അടച്ചു പിടിച്ചാട്ട് ആ തലയൊന്ന് കുമ്പിട്ട് വണങ്ങി അവനെ ആരാധിച്ചാട്ട്. യേശുവേണം, യേശുവേണം, അവനെ വേണം. യേശുവേണം എനിക്ക്, യേശുവേണം, യേശുവേണം, യേശുവേണം എനിക്ക്. എത്ര പേര് അത് പറയും? യേശുവേണം, യേശുവേണം, അങ്ങേ വേണം, അങ്ങേ വേണം, അങ്ങേ വേണം. അങ്ങിലലിയുവാ, അങ്ങയോട് ചേരുവാ. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം. എത്ര പേരത് പറയും? അപ്പാ ആ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു, ആ പുകഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു, ആരാധന അങ്ങേക്ക് അർപ്പിക്കുന്നു. ഓ റോല പാപ്പ പാപ്പ പാപ്പ. സങ്കീർത്തനം 5:7 പറയുന്നു, നിന്റെ കൃപയുടെ ബഹുത്വത്താൽ ആലയത്തിലേക്ക് ചെന്ന് അങ്ങേ ആരാധിക്കും, അങ്ങേ നമസ്കരിക്കും. അങ്ങയുടെ ആ ബഹുത്വം, ആ കൃപയുടെ വലിപ്പവും ബലവും ആ മഹത്വമൊക്കെ അമേൻ അറിയുമ്പോൾ അങ്ങയുടെ ആലയത്തിലേക്ക് ചെല്ലാൻ, ആലയത്തിലേക്ക് ഓടാൻ എൻ്റെ കാലുകളെ നിർബന്ധിക്കുന്നു. അഡോറേഷനിലേക്ക് അമേൻ എത്തിച്ചേരാൻ, അങ്ങയുടെ ആരാധനയുടെ നിയോഗത്തിലേക്ക് ഓടിക്കേറാൻ എന്നെ നിർബന്ധിക്കുന്നു. അങ്ങയുടെ കൃപ ഓർക്കുമ്പോൾ, അങ്ങയുടെ ആ സ്നേഹം ഓർക്കുമ്പോൾ ആലയത്തിലേക്ക് ചെല്ലാൻ എത്ര പേർക്ക് കൊതിയുണ്ട്? എത്ര പേർക്ക് ആ കൊതിയുണ്ട്? എത്ര പേർക്ക് ആ കൊതിയുണ്ട്? ആലയത്തിലേക്ക് ഒത്തിരി പേർക്ക് മടിയാണ്. ആലയം എന്ന് പറയുമ്പോൾ കേവലം കെട്ടിയുണ്ടാക്കിയ ആലയത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ആ സാന്നിധ്യം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഓടിക്കേറാനുള്ള ഒരു മരണമെപ്രാളം പോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു നിയോഗം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വിട്ടു തരട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, കൃപയുടെ ബഹുത്വത്താ നിത്യസ്നേഹമോ ഓർക്കുമ്പോ, വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ ഞാൻ സ്തുതിക്കാതിരിക്കും അപ്പാ? എങ്ങനെ സ്തുതിക്കാതിരും നേടൂ? ആ കരുണയോർക്കുമ്പോ, വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ ഞാൻ പാടാതിരിക്കും? എങ്ങനെ ഞാൻ ഓടാതിരിക്കും? എങ്ങനെ ഞാൻ ചാടാതിരിക്കും? എങ്ങനെ ഞാൻ കരയാതിരിക്കും? ഓ ഷഖറ്ററബാബ. ഓരോരുത്തരുടെ മേൽ അത് വീഴട്ടെ, ഓരോരുത്തരുടെ മേൽ അത് നിറയട്ടെ, ഓരോരുത്തരുടെ മേൽ അത് പകരട്ടെ. ജീവനുള്ളതൊക്കെയും അവനെ ഒന്ന് ആരാധിച്ചാട്ടെ. ജീവനുള്ളതൊക്കെയും ഒന്ന് ആരാധിച്ചാട്ടെ. ഓ ഓ ജീവനുള്ളതൊക്കെ അങ്ങയുടെ കരുണയ്ക്കും അങ്ങയുടെ സ്നേഹത്തിനും അങ്ങയുടെ വലിയ അവനെ ആരാധിച്ചാട്ടെ. 1 മിനിറ്റ് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേ. സ്വർഗത്തിലുള്ളത് ആരാധിക്കണമേ, ഭൂമിയിലുള്ളത് ആരാധിക്കണം, ജീവനുള്ളതൊക്കെയും ആരാധിക്കണോ. സർവസ്തുതിയോ സ്തോത്രവും എല്ലാ ബഹുമാനവും എല്ലാ ശക്തി
എല്ലാതരവും ആരവങ്ങൾ സ്വീകരിക്കാൻ യോഗ്യൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല. പുകഴ്ചയ്ക്ക് യോഗ്യൻ ഇവിടുത്തെ നേതാക്കളല്ല, ഒരു പ്രവാചകനല്ല, ഒരു പാസ്റ്റർ അല്ല, ഒരു സംഘടനയല്ല. എല്ലാ ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശു. ഓ സർവസ്തുതിയോ സ്തോത്രവും. എനിക്കത് ആ വരികൾ പറയുമ്പോൾ ഈ പാട്ടങ്ങ് മനസ്സിലേക്ക് വരുന്നു. കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാട്, ദൈവത്തിൻ കുഞ്ഞാട്. നിൻ ത്യാഗമാണെൻ്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെൻ്റെ വീണ്ടെടുപ്പ്. സർവസ്തുതിയും സ്തോത്രവും ബലവും ഈ ജനത്തിന്റെ മേൽ അങ്ങനെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്യുന്നു. എത്ര പേർക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റും? ഇപ്പോൾ നിങ്ങളുടെ മേൽ അത് പകരുന്നു. അഡോറേഷൻ, നമസ്കരിക്കുക. ആരാധനയുടെ ഏറ്റവും ഉയർന്ന അളവിലേക്ക് കർത്താവ് നിങ്ങളുടെ കൈ പിടിക്കുന്നു. സ്വീകരിക്കുക. Come on, let's receive right now. ആരാധനയുടെ അഭിഷേകം നിങ്ങളുടെ മേൽ വീഴട്ടെ. ഇന്നേവരെ ആരും ടേസ്റ്റ് ചെയ്യാത്ത, ഇന്നേവരെ ആരും ശീലിക്കാത്ത, ഇന്നേവരെ ആർക്കും അനുഭവിക്കാത്ത, ആരും പഠിച്ചിട്ടില്ലാത്ത ഒരാരാധനയുടെ അഭിഷേകം നിങ്ങളുടെ മേൽ വീഴട്ടെ. Come on, ആത്മാവിൽ അതിനെ ഒന്ന് സ്വീകരിച്ച്. ഓ വ്യാപരിക്കുന്നു, അത് വ്യാപരിക്കുന്നു, അത് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ഓ റാഖേലേ ആരോ ജീവനുള്ളതൊക്കെ ജീവനുള്ളതൊക്കെ അവന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കട്ടെ. തപ്പിനോട്, നൃത്തത്തോട്, ഉച്ചനാദമുള്ള കൈത്താളത്തോട്, ബഹളത്തോടെ എത്രത്തോളം ശബ്ദം ഉയർത്തി അവരെ ആരാധിക്കുമോ അതെല്ലാം അഡോറേഷനാണ്. ഓ അവന്റെ മുമ്പിൽ ഒന്ന് വീണ് അവനെ ഒന്ന് നമസ്കരിച്ചാട്ടെ. എത്ര പേര് കൊതിക്കുന്നുണ്ട്? കരം ഉയർത്തി കർത്താവിന് ആരാധന കൊടുത്തു. ആരാധന ആരാധന ആരാധന. ഓ കവിണ്ണ് വീണ് ആരാധിച്ച്, വീണ് കിടന്ന് ആരാധിച്ച്, കുമ്പിട്ട് ആരാധിച്ചേ. ആരാധന ഒന്ന് പറഞ്ഞാട്ടെ. ആ ശബ്ദം ഉയർത്തി നിങ്ങളുടെ ഓക്കലൊന്ന്, നിങ്ങളുടെ ശബ്ദം ഒന്ന് തോന്നുന്നു. എത്രത്തോളം ശബ്ദം ഉയർത്തി കർത്താവിന് ആരാധന കൊടുക്കാമോ അത്രത്തോളം. ആരാധന ആരാധന ആരാധന. ഓ ആരാധന. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിനകത്ത് 4:11 കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവരും എല്ലാം നിന്റെ ഇഷ്ടം ഏതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞ് തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ടു. എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുകയും ആനന്ദത്തിൽ നിർത്തുകയും ഒത്തിരി എന്നെ അങ്ങനെ കർത്താവിന് വേണ്ടി ആരാധനയുടെ അഭിഷേകം സ്വീകരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതുമായൊരു വാക്യമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. 4:11 വെളിപ്പാട് 4:11. കർത്താവേ, ഓ ലോർഡ്, കർത്താവേ എന്ന് വിളിക്കുക. ആരാധനയുടെ അകത്തുണ്ടാകുന്ന ശബ്ദമാണ് കർത്താവേ, ഓ ലോർഡ്. പൗലോസ് ഇത് വിളിച്ചിട്ടുണ്ട്, പത്രോസ് ഇത് വിളിച്ചിട്ടുണ്ട്. കർത്താവേ എന്ന് വിളിച്ചാൽ ആ സമയം നമ്മുടെ മേൽ കർത്തൃത്വവും ഏറ്റുവാങ്ങാനായി ഒരുവൻ ഇറങ്ങി വരും. ഒന്ന് കരം ഉയർത്തി കർത്താവേ എന്ന് വിളിച്ചാട്ടെ. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവൻ,
എല്ലാം നിന്റെ ഇഷ്ടം ഏതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും എല്ലാം നിന്റെ ഇഷ്ടമാണ്. സർവവും നിന്റെ ഇഷ്ടമാണ്. സൃഷ്ടിച്ചതെല്ലാം നിന്റെ ഇഷ്ടമാണ്. ഉണ്ടായതെല്ലാം നിന്റെ ഇഷ്ടമാണ്. ആകയാൽ മഹത്വവും എന്ന് പറഞ്ഞിട്ട് മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. മഹത്വവും ബഹുമാനവും ശക്തിയും, ഞാൻ ആ വാക്യം ഒന്ന് പാട്ടാട്ട് പാടുക, കൈക്കൊള്ളുവാൻ യോഗ്യൻ. പാടിയ ഇത് പാട്ടൊന്നുമല്ല. മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. അവൻ്റെ പേര് യേശു. യേശു 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 യേശുവാരി മതിയായവൻ. ആ വരികളൊന്ന് പറയട്ടെ. മഹത്വവും ബഹുമാനവും ശക്തിയും. വെളിപ്പാട് 4:11 ഞാൻ പാട്ടായി പാടുകയാണ്. കൈക്കൊള്ളുവാൻ യോഗ്യൻ. മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. യോഗ്യൻ യോഗ്യൻ യോഗ്യൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വലിയ ദൂതന്മാരുടെ, നിങ്ങൾ ഉറങ്ങുമ്പോഴൊക്കെ ഇതൊക്കെ കേട്ടുകൊണ്ട് ഉറങ്ങണം. നിങ്ങൾക്ക് ഏഞ്ചലിക് പ്രസൻസ് അനുഭവിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ടു. യേശുവേ, അവരങ്ങനെ പറഞ്ഞിട്ട് അവർ കിരീടങ്ങളെ താഴെയിട്ടു. അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യമുണ്ട്. കിരീടങ്ങൾ എവിടെയെങ്കിലും അല്ല താഴെയിട്ടത്. ആ ഭാഗം ശ്രദ്ധിക്കണേ. കിരീടങ്ങൾ താഴെയിട്ടു എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞെന്നല്ല. കിരീടങ്ങളെല്ലാം കൊണ്ട് സിംഹാസനത്തിന് മുമ്പിലിട്ടു. ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ, ആ കർത്താവിൻ്റെ മുമ്പിൽ ബഹുമാനവും ഞങ്ങളുടെ ആ എല്ലാ കൊമ്പും, ഞങ്ങൾ എന്തോ ആണെന്ന് പറയുന്നത് എല്ലാ കിരീടങ്ങളും കൊമ്പുകളോടിച്ച് എല്ലാ അഹങ്കാരവും ജാടയൊക്കെ മാറ്റിവെച്ച് കിരീടങ്ങളെ താഴെയിട്ട് സിംഹാസനത്തിന് മുമ്പിൽ. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, എവിടെയും നിങ്ങൾ ജാട കാണിച്ചു, എവിടെയും നിങ്ങൾ മസിൽ പിടുത്തം പിടിച്ചോ, പക്ഷെ സിംഹാസനത്തിന് മുമ്പിൽ, ആരാധനയുടെ മുമ്പിൽ, മഹത്വവും ബഹുമാനവും നിറഞ്ഞവൻ്റെ മുമ്പിൽ, ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മസിൽ പിടിക്കരുത്. നിങ്ങളുടെ കിരീടങ്ങളെയൊക്കെ താഴെയിട്ട്, സിംഹാസനത്തിന് മുമ്പിൽ കിരീടങ്ങളെ താഴെയിട്ട് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ആരാധിച്ചു. ബഹുമാനവും സ്തുതിയും എല്ലാം സ്വീകരിപ്പാൻ നീ യോഗ്യൻ. ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, നീ യോഗ്യനാണ്. കർത്താവേ, നീ പരിശുദ്ധനാണ്. കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് ജീവനുള്ളതൊക്കെ കിരീടങ്ങളെ താഴെയിട്ട് കർത്താവിനെ ആരാധിക്കണം. ഇപ്പോൾ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? സർവസ്തുതിക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും എല്ലാ മഹത്വത്തിനും യോഗ്യനായവനെയാണ് നിങ്ങളിപ്പോൾ ആരാധിക്കുന്നത്. അവൻ ആരാധന കൊടുത്ത് കണ്ണുകളടച്ചൊരു വാക്ക് പ്രാർത്ഥിച്ചു. കർത്താവേ, ഇപ്പോൾ ഇവരുടെ മേൽ ആ അഭിഷേകം മാനിഫെസ്റ്റ് ചെയ്യട്ടെ. പറ്റുമെങ്കിൽ നിങ്ങൾ ആ സ്ക്രീനിലേക്കൊന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു. ജീവനുള്ളതൊക്കെയും സ്വർഗത്തിലുള്ളതൊക്കെയും ഭൂമിയിലുള്ളതൊക്കെയും ബഹുമാനവും ശക്തിയും സ്വീകരിപ്പാ യോഗ്യനായവന്റെ മുമ്പിൽ കിരീടങ്ങളെ താഴെയിട്ടു. അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, കുഞ്ഞാടേ നീ യോഗ്യൻ എന്ന് പറഞ്ഞാട്ടെ.
കുഞ്ഞാടേ യേശുവേ. കരകളെല്ലാം ഉയർത്തിപ്പിടിച്ച് കർത്താവേ, ഈ ബൈബിളിനകത്ത് പറയുന്നൊരു ആരാധനയുടെ അഭിഷേകം, ഈ വെളിപ്പാട് പുസ്തകത്തിലും സങ്കീർത്തനത്തിലൊക്കെ പറഞ്ഞ ആരാധനയുടെ ഒരു അഡോറേഷന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. Come on, let's receive. പ്രാപിക്കുക, പ്രാപിക്കുക, ഇപ്പോൾ അതിനെ സ്വീകരിക്കുക. കർത്താവിനെ കാണിക്കുന്നു. ചിലരുടെ മേൽ ഇത് അങ്ങനെ തന്നെ വീഴുകയാണ്. പുതിയ ആരാധന, പുതിയ ജീവിത ആരാധനയുടെ ജീവിത രീതി, ആമേൻ. പുതിയ ലൈഫ് സ്റ്റൈൽ, പുതിയ ആരാധനയുടെ കൾച്ചർ, പുതിയ ആരാധനയുടെ ഒരു ട്രെൻഡ്, പുതിയ ദാവീദിനെ പോലെ ആരാധിക്കുന്ന ആരാധനകൾ. ഞായറാഴ്ചകൾ ആരാധിക്കുന്ന ആരാധനയല്ല, ഏതോ വർഷിപ്പ് ടീമുള്ളപ്പോൾ ആരാധിക്കുന്ന ആരാധനയല്ല. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവ് പാടിടും. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം കർത്താവ്. ഓ യേശു മാത്രം കർത്താവ്. ഇപ്പോൾ നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഒത്തിരി പഠിത്തമുള്ളവരായിരിക്കാം, നിങ്ങൾ ഒത്തിരി അറിവുള്ളവരായിരിക്കാം, നിങ്ങൾ ഭയങ്കര പ്രാസംഗികനായിരിക്കാം, നിങ്ങൾ ഭയങ്കര പ്രവാചകരായിരിക്കാം. പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ സീറോയായി വന്നാൽ ആ കിരീടങ്ങളെല്ലാം താഴെയിട്ട് ദൂതന്മാരും മൂപ്പന്മാരും ഒക്കെ ആരാധിച്ചതുപോലെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുമ്പിലിട്ട് മുമ്പിൽ നിൽക്കുന്നവനെ മുഖാമുഖം കണ്ട് ആരാധിച്ചാട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്ന് കേട്ട ഈ അഡോറേഷൻ്റെ ഈ രണ്ടാമത്തെ ദൂത്, രണ്ടാമത്തെ ഈ മെസ്സേജ് ഈ കേൾവിക്കാർക്ക് മുഴുവനും ഒരു ആരാധനയുടെ മറ്റൊരു നിയോഗവും തലവും മറ്റൊരു ചലനവും ഉണ്ടാക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവർ പുതിയ പാട്ടുകൾ എഴുതട്ടെ, പുതിയ വരികൾ ഇവരിൽ നിന്ന് പുറത്തു വരട്ടെ. കർത്താവിൻ്റെ മഹത്വം കാണുന്ന, യോഗ്യത കാണുന്ന സ്വർഗത്തിൻ്റെ, എൻ്റെ അടുത്ത് കർത്താവ് ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിൻ്റെ സ്പന്ദനങ്ങളെ ഒപ്പിയെടുക്കുന്ന എഴുത്തുകാർ, പാട്ടുകാർ ഇതിനകത്തുണ്ടല്ലോ. അവരുടെ മേൽ ആ റലം തുറക്കട്ടെ. നിങ്ങളുടെ രാത്രികളിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ ആരാധനയായി മാറും. നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ പ്രത്യേക ആരാധനയുടെ അന്തരീക്ഷം നിങ്ങളുടെ വീടിനകത്തുണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ കഴിയാത്ത ആരാധനയുടെ അഭിഷേകം നിങ്ങളുടെ മേൽ വെളിപ്പെടും. അഡോറേഷൻ്റെ അഭിഷേകം. നമസ്കരിക്കുക, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക, വീട് കിടന്ന് ആരാധിക്കുക, കിരീടങ്ങളെ താഴെയിടുക, സന്തോഷത്തോടെ ശബ്ദമുയർത്തി അവനെ ആരാധിക്കുക. എത്രത്തോളം ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ആരാധിക്കാൻ പറ്റും അത്രത്തോളം ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ആരാധിക്കുക. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഉപകരണങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ കൈ അടിച്ചു കർത്താവിനെ ആരാധിക്കുക. കരമുയർത്തി കർത്താവിനെ ആരാധിക്കുക. കരം വിരിച്ച് പിടിച്ച് കർത്താവിനെ ആരാധിക്കുക. ഇതെല്ലാം അഡോറേഷൻ്റെ അഭിഷേകമാണ്. കർത്താവെ, ജനത്തെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു, ബ്ലെസ് ചെയ്യുന്നു, ബ്ലെസ് ചെയ്യുന്നു. കർത്താവിനോട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തൊട്ട് നിങ്ങളുടെ മേൽ 100 കണക്കിന് ദൂതന്മാരുടെ ചലനങ്ങൾ ആക്റ്റീവാകട്ടെ. വാ 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 റൂ ഷാറ്റ റ പ പ പ പ റ ഖ ഖ ഷാറ്റ്. ഇത് വാഹനങ്ങളിൽ കേൾക്കുമ്പോൾ, ഇത് കിടക്കയിൽ കേൾക്കുമ്പോൾ, ഇത് റൂമിൽ കേൾക്കുമ്പോൾ, ഇത് ടി വിയിൽ കേൾക്കുമ്പോൾ, ഫോണിൽ കേൾക്കുമ്പോൾ, ലാപ്ടോപ്പിൽ കേൾക്കുമ്പോൾ, ലിറ്ററലി അത് ഇവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ആരാധിച്ച് ചിലത് കീഴ്പ്പെടുത്തുന്ന പൈശാചിക മണ്ഡലങ്ങളെ, കോട്ടകളെ ഇടിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരട്ടെ. എൻ്റെ അടുത്ത് പറയുന്നു, പുതിയ കൾച്ചർ നിങ്ങളിലൂടെ പുറത്തു വരും.
പുതിയ ആരാധനയുടെ രീതി, നിങ്ങളുടെ വർഷിപ്പിൻ്റെ രീതികൾ, ബൗണ്ടറികൾ, പരിമിതികൾ, അറിവുകൾ ബ്രേക്ക് ആകട്ടെ. സൂപ്പർ നാച്ചുറൽ വിസ്ഡം വർഷിപ്പിനകത്ത് കർത്താവ് തുറക്കട്ടെ. ഇപ്പോൾ ഏതെങ്കിലും വർഷിപ്പ് ലീഡേഴ്സോ, കീബോർഡ് വായിക്കുന്നവരോ, ശുശ്രൂഷകരോ, പാട്ടുപാടുന്നവരോ, ആരാധന കൊതിയന്മാരോ, ഏതെങ്കിലും ആരാധിക്കാൻ കൊതിയുള്ള, ആമേൻ, പ്രാർത്ഥനയിലൊക്കെ ആരാധിക്കാൻ കൊതിയുള്ളവരുടെ മേൽ അങ്ങനെ ഒരു അഭിഷേകത്തെ ഞാൻ പകരുന്നു. ഈ ബൈബിളിൽ പകർന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ്. യോഹന്നാൻ കണ്ടതുപോലെ, തിബിരിയാസിൽ പത്രോസ് കണ്ടതുപോലെ, ദമസ്കോസിൽ പൗലോസ് കണ്ടതുപോലെ, മോശ പർവ്വതത്തിന് മുകളിൽ കണ്ടതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ ഇതൊക്കെ കാണട്ടെ. ബ്ലസ് ചെയ്യുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ നടത്തട്ടെ. നിങ്ങളുടെ മേൽ പുതിയ ആരാധനയുടെ അഭിഷേകം ഈ ദൂതുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അത് അനുഭവിക്കാൻ പറ്റും, നിങ്ങളുടെ കരത്തിൽ അനുഭവിക്കാൻ പറ്റും, നിങ്ങൾക്ക് ആ സ്പന്ദനങ്ങൾ അറിയാൻ പറ്റും, നിങ്ങളുടെ ബോഡിക്കകത്ത് ദൈവിക പ്രസൻസ് അനുഭവിക്കാൻ പറ്റും. പകരുന്നപ്പോൾ പകരും. ഈ രണ്ടാമത്തെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അത് അയച്ചു കൊടുക്കുക. ആദ്യത്തത് കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളത് ആദ്യത്തെ കേൾക്കുക. അടുത്ത സന്ദേശങ്ങൾ, അഡോറേഷൻ്റെ സന്ദേശങ്ങൾ അത് കാണുക. ഈ സന്ദേശങ്ങളെല്ലാം കർത്താവിനെ ആരാധിക്കുന്നതിന് പുതിയ മുഖാന്തരങ്ങളും അനുഭവങ്ങളും കർത്താവ് തരട്ടെ. God bless you all. Amen.